28/6 ഹൈക്കോടതി രൂക്ഷ വിമർശനം റെയിൽവേക്കെതിരെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, നിങ്ങൾക്കൊക്കെ ഹൈക്കോടതിയിൽ പ്രതിനിധികളുണ്ടല്ലോ. രൂക്ഷ വിമർശനം നടത്തി 28/6. മാത്രമല്ല, മാലിന്യ നീക്കത്തിനായി റെയിൽവേ സ്വീകരിച്ച നടപടികളുടെ അടിയന്തര റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 28/6 ആവശ്യപ്പെട്ടത്. 26/7 വീണ്ടും കേസ് പരിഗണിക്കുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞാൽ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പുറമെ ഇത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ കാര്യത്തിലാണ് കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തത്, 3 നോട്ടീസ് കൊടുത്തത്. ഇനി കൊച്ചുവേളിയുടെ നോട്ടീസ്, കൊച്ചുവേളിയിലും സമാനമായ സ്ഥിതിയാണ്. 23/5 കോർപ്പറേഷൻ കൊടുത്ത നോട്ടീസ് ആയിരിക്കുന്നു കൈവശം. അതിൻ്റെ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതാ, കോർപ്പറേഷൻ സെക്രട്ടറിയാണ് നേരിട്ട് പോയിട്ട്, ഇത് റെയിൽവേ യാർഡിലെ മാലിന്യമാണ്, ഇത് റെയിൽവേ യാർഡിലെ മാലിന്യമാണ്. ആ സംസാരിക്കുന്നത് കോർപ്പറേഷൻ്റെ സെക്രട്ടറിയാണ്. ഇന്നത്തെ വീഡിയോ മേയറുടെ കൈവശമുണ്ട്. ആ സ്ഥലത്ത് ഒന്നും ചെയ്തിട്ടില്ല. സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും റെയിൽവേയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന മുൻ കേന്ദ്രമന്ത്രിമാരൊക്കെ സമാധാനം പറയണ്ടേ? അപ്പോൾ എങ്ങനെയാണ് മാലിന്യം വന്നതെന്നുള്ളത് വ്യക്തമായില്ലേ? ഇപ്പോൾ ഇത് കൊച്ചുവേളിയിലേതാണ്. അവിടെ അതേ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ഒരു നടപടിയും റെയിൽവേ സ്വീകരിച്ചിട്ടില്ല. ഇന്നത്തെ വീഡിയോ മേയറുടെ കൈവശമുണ്ട്. ഇത് റെയിൽവേ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് സെക്രട്ടറി നേരിട്ട് പോയിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതിന് ശേഷമല്ലല്ലോ, ഇതിന് മുമ്പുണ്ടായതാണിത്. ഈ സംഭവത്തിന് ശേഷമല്ല. ഡേറ്റ് എന്താ ഓർമ്മയുണ്ടോ? സെക്രട്ടറി പോയ ഡേറ്റ് എന്താണെന്ന്? നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ്. 23/5 നോട്ടീസ് കൊടുത്തത്, അതിന് ശേഷമാണ്. ഈ നോട്ടീസും അതാണ്. പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികൾ റെയിൽവേയുടെ പേരിൽ സ്വീകരിക്കും, നിയമാനുസൃതമുള്ള പിഴ ചുമത്തുമെന്നുള്ള വിവരം ഇതിനെ അറിയിക്കുന്നു എന്നുള്ളതാണ്. ആ നോട്ടീസ് കൊടുത്തിട്ടും നേരിട്ട് പോയി നടപടി ഉണ്ടായില്ല. അപ്പോൾ നേരിട്ട് പോയി, എന്നിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കടുത്ത നടപടികളിലേക്ക് കടക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും മുൻ കേന്ദ്രമന്ത്രിമാരും കോർപ്പറേഷനും സർക്കാരിനുമെതിരെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്, മാത്രമല്ല പൊതുവിൽ ദൃശ്യമാധ്യമങ്ങളെല്ലാം ഈ കാര്യങ്ങൾ കുറേയൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള സമീപനത്തെക്കുറിച്ച്. പക്ഷേ പത്രങ്ങൾ പലരും സ്വീകരിക്കുന്ന സമീപനം റെയിൽവേയെ തൊടാത്ത ഒരു സമീപനമാണ്. കുറ്റം മുഴുവൻ കോർപ്പറേഷൻ്റേതാണ് എന്ന മറ്റുള്ളൊരു സമീപനമാണ്. ഇപ്പോൾ ഒരു പത്രത്തിൽ ഞാനിന്ന് കണ്ടത് ഇങ്ങനെയാണ് ഒരു വാചകം: നഗരത്തിലെ മുഴുവൻ ജലവും കുത്തിയൊലിച്ച് എത്തിയ തോട്ടിലേക്ക് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ 3 കരാർ തൊഴിലാളികളെ ഇറക്കി വിടുകയായിരുന്നു. എത്ര ലാഘവത്തോടെയാണ് ഉത്തരവാദപ്പെട്ടവർ കാര്യങ്ങളെ എന്നതിന് മറ്റെന്ത് തെളിവ് വേണം? ആരാണ് ഇറക്കി വിട്ടത്? കോർപ്പറേഷനാണോ? സംസ്ഥാന സർക്കാരാണോ? അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ അനാസ്ഥയും നിരുത്തരവാദിത്വവും കാണിച്ചിട്ട് നമ്മൾ സംരക്ഷണം ഒരുക്കുമ്പോൾ അത് ഈ അനാസ്ഥയ്ക്കുള്ള സംരക്ഷണമായിട്ടാണ് മാറുന്നത്. ഇതിലൊന്നും അന്ധമായ രാഷ്ട്രീയം കാണരുത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതുണ്ടായി എന്ന് പറയാതിരിക്കുകയും വേണമെങ്കിൽ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ്, സർക്കാരിൻ്റെ അനാസ്ഥയാണെന്ന് ധരിച്ചോട്ടെ എന്ന മട്ടിലെഴുതുകയും ചെയ്താൽ അതാർക്കാണ് സഹായകരമായി തീരുക? ആർക്കാണ് സഹായകരമായി തീരുക? ഞാനത്രേ ഇതിൽ പറയുന്നുള്ളൂ, വേറെ രാഷ്ട്രീയമൊന്നും ഞാനതിൽ പറയുന്നില്ല.